അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നില്ല എന്നിരിക്കട്ടെ, നമ്മളറിയോ കാര്യം. അപ്പം നമ്മളറിയാൻ കാരണം അദ്ദേഹം പറഞ്ഞതാ. അദ്ദേഹം പറയേണ്ടിടത്തുകൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൂടി സഹായകരമാകുമായിരുന്നു. അത് ഞാൻ അദ്ദേഹം ഒരു സാധാരണക്കാരൻ എന്നുള്ളതല്ല, അദ്ദേഹത്തിന് ഭയപ്പാടുണ്ടായില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വേറെന്താ പോസിബിലിറ്റി? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം 100% ശരിയാണെന്ന് സാധൂകരിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ അടിത്തറ തകർക്കുന്ന ഒരു മനോഭാവമാണ്. ഒരു മതവിഭാഗത്തിൽ മുസ്ലിം അല്ല, എന്നിട്ടും ജോസ് പേടിക്കുന്നു. അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇവിടുത്തെ കാതലായ പ്രശ്നം നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്, ഒരു ഭരണകൂട സംവിധാനം കുറ്റകൃത്യം ചെയ്യുകയാണ്. ഇതൊരു യഥാർത്ഥത്തിൽ ഇവിടെ ടെററിസം നടത്തിക്കൊണ്ടിരിക്കുന്ന കർണാടക ഗവൺമെന്റ് ആണെന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ്. ജയിലിൽ നിന്ന് പുറത്തു വന്ന അബ്ദുൽ നാസർ മദനി തന്റെ പഴയകാല പ്രസംഗ ശൈലിയെയും പ്രവർത്തന രീതിയെയും ഒക്കെ തള്ളി പറയുകയും ചെയ്യുന്നത് പിൽക്കാലത്ത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതേ പ്രസംഗ ശൈലി ഇപ്പോഴും തുടരുന്ന ചില ആളുകളുണ്ട്. നമ്മൾ മറന്നിട്ടില്ലല്ലോ 2002 ഗുജറാത്ത് ഇപ്പോഴും കരഞ്ഞു തീർന്നിട്ടില്ലല്ലോ. 10 വർഷത്തിനിപ്പുറം മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതി കളഞ്ഞു അവിടുത്തെ ഹിന്ദുക്കൾക്കെതിരെ. ഗോദ്രയിലെ തീവണ്ടി മുറികൾക്കുള്ളിലിട്ട് 10-60 കർസേവകരെ ചുട്ടുകൊന്നപ്പോ നോവാത്തവര്, ആ കർസേവകരുടെ വെന്തളിഞ്ഞ മാംസപിണ്ഡങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഗുജറാത്തിലെ ഹിന്ദു, അവന്റെ ഉള്ളിലെ ആണത്വം ആർക്കും പണയം വെക്കാത്തത് കൊണ്ട്, അവര് നപുംസകങ്ങളല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അല്പം പ്രതികരിച്ചിട്ടുണ്ടാകാം. കാരണം ആർക്കാ ഈ വെന്തളിഞ്ഞ മാംസപിണ്ഡങ്ങൾ ഏറ്റുവാങ്ങുമ്പോ പ്രതികരിക്കാതിരിക്കാൻ സാധിക്കുക? ചിലപ്പോൾ അത് തെറ്റുമായിരിക്കാം, നിയമം കയ്യിലെടുത്തിട്ടുണ്ടാകാം. കാരണം ഇത്തരം സമയങ്ങളിൽ ഭരണഘടന നോക്കിയിട്ടല്ലോ ആരും പ്രതികരിക്കുക. ഇക്കാര്യത്തിലെങ്കിലും താങ്കൾ സാങ്കേതികത്വം വെടിയണം. ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. താങ്കളും താങ്കളുടെ പോലീസും അറിയുന്നുണ്ടോ? അല്ല, ആദ്യാവസാനം ഒരു സാങ്കേതികത്വവാദിയാണ് ഞാനൊന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പരിശ്രമവും ശരിയല്ല, അതും വെടിയണം. അപ്പോൾ ഇതിൽ വരുന്ന, ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യത്തിൽ 2 മാർഗങ്ങളുണ്ട്. ഒന്ന് നിയമപരമായ മാർഗം, 2 ജനങ്ങളുടെ ഒരു മൈൻഡ് സെറ്റിന്റെ തീരുമാനം. എന്തുകൊണ്ടാണ് ഈ കക്ഷികൾക്ക് പലതിനും ഇവിടെ വേര് പിടിക്കാൻ പറ്റാതെ പോയത്? അവർക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇതൊക്കെയാ കാരണം. അത് തന്നെയാ കാരണം, ജനങ്ങൾ അവരെ ഒഴിവാക്കുകയാണ്. ഇതും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളും ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഈ സമയത്ത് മാത്രം നടക്കുന്നതല്ല. എന്തുകൊണ്ട് ശക്തമായൊരു നടപടി ഇക്കാര്യത്തിൽ എടുക്കാൻ കാലാകാലങ്ങളായി മാറി മാറി വന്ന ജനാധിപത്യ സർക്കാരുകൾക്ക് കേരളത്തിൽ കഴിയുന്നില്ല? ഏത് ഗവൺമെന്റിന്റെ കാലത്താണ് ഇത്തരം പ്രശ്നങ്ങൾ നടന്നതെങ്കിലും അതിനെതിരായി ഉറച്ച നടപടി ഉണ്ടാകേണ്ടതാണ്. LDFന്റെ കാലത്ത് ഉണ്ടാകാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു പോരായ്മയാണ് എന്ന് തുറന്ന് സമ്മതിക്കാൻ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുമില്ല. 10 വർഷം പുള്ളിയുടെ ജീവിതം തമിഴ്നാട്ടിൽ കളഞ്ഞു. അതാര് ഗവൺമെന്റ് കൊടുക്കും? അല്ലെ നീതിന്യായ വ്യവസ്ഥ കൊടുക്കും? 10 കൊല്ലം പുള്ളിയുടെ മക്കൾക്കും പോയി, ഭാര്യയ്ക്കും പോയി, പുള്ളിക്കും പോയി. 10 കൊല്ലം കടന്നു വന്നു. ഇപ്പൊ തന്നെ കൊണ്ടായിട്ട് 3 കൊല്ലമായി. ഇനി എന്തൊന്നും അയാൾക്ക് ജീവിതമുള്ളേ? ഇനിയും ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് അയാൾ വെറുതെ വിട്ടാൽ അയാളുടെ ജീവിതം പോയില്ലേ? ആർക്കെങ്കിലും ജീവിതം കൊടുക്കാൻ പറ്റുമോ? വൈകി കിട്ടുന്ന നീതിക്ക് എന്ത് ഗുണമാണുള്ളത്? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തോന്നില്ലേ വളരെ നിസ്സഹായമാണ് കേരളത്തിലെ ഒരു സർക്കാർ, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സർക്കാരാണ് എന്ന് തോന്നാൻ സാധ്യതയില്ലേ? നിയമപരമായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. ഇനി അവശേഷിക്കുന്ന എന്തെങ്കിലും ഭാഗമുണ്ടോ നമുക്ക് ചർച്ച ചെയ്യാം. എന്തെങ്കിലും കൂടുതൽ ചെയ്യണോ നമുക്ക് ആലോചിക്കാം. പക്ഷെ നിയമപരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, അത് സാങ്കേതികമല്ല, നിയമപരമായി ചെയ്യാൻ കഴിയുന്ന എന്തെല്ലാം കാര്യമുണ്ടോ അത് മുഴുവൻ നമുക്ക് ചെയ്യാൻ പറ്റണം. നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഒപ്പം MA ബേബി. കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാവും. ഈ വിഷയത്തിൽ ഞങ്ങൾ ഒരു തീർപ്പിലും എത്തുന്നില്ല. ഇതൊക്കെയാണ് വിവരങ്ങൾ, വസ്തുതകൾ. ഇനി നിങ്ങൾ തീരുമാനിക്കുക. അകമ്പുറം അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം. This program brought to you by Kalyan Silks, ലോകത്തിലെ ഏറ്റവും വലിയ സിൽക്ക് സാരി ഷോറൂം ഇപ്പോൾ തിരുവല്ലയിലും. In association with KLF കോക്കോനാട് വെളിച്ചെണ്ണ. കോക്കോനാട്, ഹെൽത്തി നാട്, ടേസ്റ്റി നാട്. Chimano Gold, #1.